ഇന്ന് ഞാനിവിടെ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ യോഗയുമായിട്ടും ആയുർവേദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു വാക്ക്, അതായത് ചക്രാസ് എന്ന് പറയുന്ന ഒരു വാക്ക്. അത് ഷഡ്ചക്രങ്ങൾ എന്ന് പറയും, സപ്തചക്രങ്ങൾ എന്ന് പറയും. മെഡിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം. വൈദ്യം ആയുർവേദത്തിന്റെ യോഗ ആൻഡ് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അഞ്ജന. അപ്പോ എന്താണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? എസ്പെഷ്യലി നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ചക്ര മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള ഒരു വാക്കിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. അപ്പൊ ഇതേ ചക്രങ്ങളൊക്കെ തന്നെ നമ്മുടെ ഒരു ഹിന്ദു ട്രഡീഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ മന്ത്രങ്ങളുമായിട്ടും നമ്മൾ അമ്പലത്തിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുന്ന സമയത്ത് ബീജമന്ത്രമായിട്ടും ഒരുപാട് ചക്രങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ബീജമന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില ശബ്ദങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ ചക്രാസ്, അല്ലെങ്കിൽ എന്താണ് 6 ചക്രങ്ങൾ അല്ലെങ്കിൽ ഷഡ്ചക്രങ്ങൾ അല്ലെങ്കിൽ സപ്തചക്രങ്ങൾ എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ളതൊക്കെ ആണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ചക്രം എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? നമ്മൾ വിചാരിക്കും വീൽ അല്ലെ, ഇങ്ങനെ കറങ്ങുന്ന ഒരു ചക്രം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വിചാരിക്കാം ഇംഗ്ലീഷിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾപൂൾ അല്ലെങ്കിൽ വേർട്ടക്സ് ഒക്കെ ഒന്നുകൂടി ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു മീനിങ് പറയാനായിട്ട് പറ്റും. അതായത് നമ്മളിങ്ങനെ പറയില്ലേ, ഒരു ചുഴി അല്ലെങ്കിൽ ഒരു ചുഴലി, ആ ഒരു രീതിയിൽ ആ ഒരു അത്രയും ഡീപ്പായിട്ട് വേണം നമ്മൾ ഈ ചക്രത്തെ പറ്റി സങ്കല്പിക്കാൻ പോലും എന്നാണ് പറയുന്നത്, ശാസ്ത്രം പറയുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തില് 7 ചക്രങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും. അതിൽ 6 ചക്രങ്ങൾ നമ്മുടെ ശരീരത്തോട് ചേർന്നു. 7ാമത്തെ ചക്രം, ദ അൾട്ടിമേറ്റ് ചക്രം, അത് ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓറ, അതായത് ശരീരത്തിന് ചുറ്റുമുള്ള ഒരു ഊർജ്ജ വലയമുണ്ട്. ആ ഊർജ്ജ വലയത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഓറയില് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ശിരസിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഓറയിലായിട്ടാണ് ഏറ്റവും അൾട്ടിമേറ്റ് ചക്രം, സഹസ്രാര ചക്രം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ 7 ചക്രങ്ങൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ചക്രങ്ങളെ നമ്മുടെ ശരീരവുമായിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സയൻസുമായിട്ട് ശാസ്ത്രമായിട്ടൊക്കെ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് പറയാം, ചക്രാസിനെ നമ്മുടെ നെർവ് പ്ലെക്സസ് ആയിട്ടോ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ടെന്നാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഷഡ്ചക്രങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ സപ്തചക്രങ്ങൾ അല്ലെങ്കിൽ ഷഡ്ചക്രങ്ങൾ, ചക്രാസ് എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതിലെന്താ പ്രധാനമായിട്ടും പറയുന്നത്? ഇപ്പോ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചില വൈറ്റൽ പോയിന്റ്സ് ഉണ്ട്. ആ വൈറ്റൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരുതരം എനർജി ബോണ്ടിങ് അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഒരു എനർജി ഫ്ലോ അല്ലെങ്കിൽ എനർജി ബോണ്ടിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മുടെ നെർവ് പ്ലെക്സസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. നെർവ് പ്ലെക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാഡീവ്യൂഹം, നാഡീവ്യവസ്ഥ, നാഡീവലയം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാണ് ചക്രാസ് എന്ന് പറയുന്നത്. മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാണ് ചക്രാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ചക്രാസിനെ എങ്ങനെയാണ് നമ്മളത് രീതിയിലാണ് നമ്മൾ അതിനെ ചിന്തിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ മനോവിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വഭാവം, ഇതിനെയൊക്കെ രൂപീകരിക്കുന്നതില് ഈ ചക്രാസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ചക്രാസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊന്ന് സങ്കല്പിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ധ്യാനമാണ്, ഒരു തരം തപസ്സാണ്, ഒരു തരം ചിന്തനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം ധ്യാനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് സങ്കല്പിക്കേണ്ടത് മനസ്സിൽ? നമ്മൾ പറയാറുണ്ട് ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് ചെയ്യാം, അങ്ങനെ പലതും നമുക്ക് ചിന്തിച്ച് സങ്കല്പിച്ചെടുക്കാം. അങ്ങനെ സങ്കല്പിക്കുന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ചക്രാസിനെ പറ്റി ചിന്തിച്ച് നമ്മൾ ധ്യാനത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ആ ഒരു തപസ്സിലേക്ക്, നല്ല ചിന്തനങ്ങളിലേക്ക് പോവുക. അപ്പോ ചക്രാസിനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്?